ഫോൺ വിളിക്കണ പിള്ളേരോട് പോയി കിടക്ക മക്കളെ ഫോൺ നോക്കി ആരാണ് പ്രാങ്ങള്. ഹലോ, ആ കൊറിയർ ഓഫീസിന്നാ. ആ മോനെ വീട് നിങ്ങൾ ആദ്യമായിട്ട് വരുന്നതാണോ? ആ നമ്മ ഷാപ്പും പഠിക്കുന്നത് കയറുമ്പോ ട്രാൻസ്ഫോമർ കാണാം, അതിന്റെ അടുത്തുള്ള പറമ്പ്. ആ പറമ്പിൽ കൂടെ നേരെ ഇറങ്ങി വരുമ്പോ ചുമന്ന ഗേറ്റ്. ശരി, ഞാൻ വീട്ടിലുണ്ട് ഇപ്പൊ എത്തില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ഇവിടെ ഉണ്ട്. എടി മക്കളെ, കൊറിയർ വരുന്നുണ്ടടി. അമ്മ ടിപ്പു സുൽത്താന്റെ പണ്ടത്തെ ഡ്രസ് ബുക്ക് ചെയ്തിരുന്നില്ലേ? ചെയ്തിരുന്നില്ല ടിപ്പു സുൽത്താന്റെ, അതിന്റെ കൊറിയർ വരുന്നുണ്ട്. സന്തോഷം കൊണ്ട് അതല്ലേ എത്ര നാള് കൊണ്ട് കാത്തിരിക്കുന്നറിയാമോ? ഇത് എങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചെന്നറിയാമോ? ഓ എന്റെ പുരാവസ്ഥ. ഇപ്പൊ വരും, ആ ചേട്ടൻ ഇപ്പൊ വരും. അയ്യോ, ഞാന് അവളെ കൂട്ടുകാരത്തിനെ വിളിച്ച് പറയട്ടെ, അജിനെ വിളിച്ച് പറയാം നമുക്ക്. അജി കാത്തിരിക്കായിരിക്കും പാവ അജിന്റെ അടുത്ത്. അത് ഇന്ന് വരും നാളെ വരുമ്പോ കാത്തിരിക്കല്ലായിരുന്നു. ബെല്ലടിക്കണ്ടി, കുരിപ്പ് ഫോൺ എടുക്കണില്ലല്ലോ. എടി അജി ഫോൺ എടുക്കടി. എനിക്ക് സന്തോഷം വന്നിട്ട് എനിക്ക്. ഇവളെന്തേ കിടന്ന് വിളിക്കുന്നേ? ഹലോ, എന്തേ അടി കിടന്ന് വിളിക്കുന്നത്? നിനക്ക് എന്തു പറ്റിയേ? രാവിലെ അല്ലേ വിളിച്ച് ഫോൺ വെച്ചുള്ളൂ. വന്നോ കൊറിയർ? ഓഫ് എന്റെ ദൈവമേ, പെണ്ണിന്റെ ഒരു സന്തോഷം കണ്ടില്ലേ? നീ കിടന്ന് പിടയ്ക്കാതിരി പെണ്ണേ. എന്തായാലും നീ അത് വരുമ്പോ എനിക്ക് വീഡിയോ കോൾ ചെയ്യണേ. ഓക്കെ ഡി, ശരി ശരി ശരി. ഓക്കെ ഡി, ശരി എന്നാ, ടാറ്റാ. ഇതൊക്കെ അത് വരുമ്പോ നമ്മ കണ്ടതിന് ശേഷം അജിയാന്റിനെ വിളിച്ചിട്ട് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം കേട്ടാ. അവള് ഭയങ്കര എക്സൈറ്റ്മെന്റിൽ ഇരിക്കുകയാണ്. ഞാനും ചെക്കനെ കണ്ടില്ല, കുറെ നേരം വിളിച്ചിട്ട്. ചേച്ചി വീടെവിടെ? ഞാൻ ഈ വഴി നിൽക്കണ്ടല്ലോ. ഓ എന്റെ മോനെ, ആ പറമ്പിന്ന് നേരെ ഇങ്ങോട്ട് ഇറങ്ങ്. ഞാൻ പറഞ്ഞില്ല, ആ ഗ്രൗണ്ടിൽ അവിടെ നേരെ ഇങ്ങോട്ട് ഇറങ്ങി ചുമന്ന ഗേറ്റ്. ഓക്കെ ചേച്ചി, ഞാൻ ഇതാ വരുന്നു. കൊറേ നേരല്ലേ കാത്തിക്കണേ? ചേച്ചിയുടെ പേരെന്തോ? എന്റെ പേര് ഷൈനി. No, 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 no. കുറച്ച് തണലത്തേക്കോ? കുറച്ച് വെള്ളം തരുമോ? നല്ല തണുപ്പ്. താങ്ക്സ്. ചേച്ചിയുടെ മോളാ? ആ എന്റെ മോളാ. കണ്ട പറയല്ലോ. എല്ലാവരും പറയാറുണ്ട് ഇങ്ങനെ. കൊറിയർ ഇതാ. ചൈനീസ് ബുക്ക്. നീളത്തില് ചേച്ചി ഓർഡർ ചെയ്ത സാധനല്ലേ? ആ പൊട്ടിച്ചോക്കം പറയാലോ. എന്താണ് ഓർഡർ അറിയാലോ? അത് ടിപ്പു സുൽത്താന്റെ പടച്ചട്ട. എന്റെ ദൈവമേ, ഇത് 20-25 വയസ്സുള്ളപ്പോ അങ്ങോട്ട് യൂസ് ചെയ്തെന്ന് പറഞ്ഞു കേട്ടെ. അതാണ്. അങ്ങനെയൊക്കെ പറയും.
പിന്നെ ഇത് സ്ഥിരം പരിപാടിയാണ്, ഇങ്ങനെ കുറെ കളക്ഷൻ ഉണ്ടോ? ആ എന്റെ അടുത്ത് കൊറേ ഉണ്ട്, കാണണോ? നോക്കട്ടെ, ജസ്റ്റ് ഒന്ന് നോക്കട്ടെ, എനിക്ക് ഭയങ്കര തിരക്കുണ്ട്. ഒരു 17 ഡെലിവറി ഉണ്ട്. ഇത് കണ്ട ടെലിഫോണ്, ശക്തൻ തമ്പുരാന്റെ കാലത്തുള്ള ടെലിഫോണാ. ഇനിയുണ്ട്. ഇത് കണ്ട വെറ്റില ചെല്ലം, ഇത് നമ്മുടെ കുഞ്ഞാലിമരക്കാരുടെ കാലത്തുള്ളതാ. ഇത് കണ്ട റേഡിയോ കണ്ട, ഇത് നമ്മുടെ പ്രേമനസീർ ഉപയോഗിച്ചിരുന്ന റേഡിയോ. പാടുവോ? പിന്നെ നന്നായിട്ട് പാടും. ഇത് കണ്ട ഗിത്താറാ. ആരടി? മൈക്കിൾ ജാക്സൺ ഉപയോഗിച്ചിരുന്ന ഗിത്താറാ. അത് അമേരിക്കയിലല്ലേ? അതും വരുത്തിച്ച്. അത് അമേരിക്കന്ന് വരുത്തിച്ചു, പൊന്നും വില കൊടുത്ത വരുത്തിച്ചേ. ഇനിയുണ്ട് കട്ടല് കിടക്കണ്ട്. അത് മതി. എന്നാ ശരി മോനെ നടത്ത. അപ്പൊ നിങ്ങള് പൊളിക്കും. ഇനി ഇത് പൊട്ടിച്ച് നോക്കിട്ട് അടുത്ത പ്രാവശ്യം വരുമ്പോ കാണിച്ചു. ഇപ്പൊ വന്നെന്താണ്? ഇപ്പൊ വന്നത് നമ്മുടെ ടിപ്പു സുൽത്താന് പണ്ട്, അതായത് 20-25 വയസ്സുള്ള സമയത്ത് ഉപയോഗിച്ച പടച്ചട്ട വാളുമാണ്. കൊടുവാളിന് നീളം കുറച്ച് കുറവാണ്. അല്ല, അന്നത്തെ കൊടുവാൾ ഇങ്ങനെ ആയിരിക്കും. ചിലപ്പോ നീർത്തണ വാളായിരിക്കും. ഞാൻ മുമ്പ് ഡെലിവറി ചെയ്തിട്ടുണ്ട് എറണാകുളത്ത്. അല്ല, ചിലപ്പോ നീർത്തണ വാളായിരിക്കും. അപ്പൊ ഓക്കെ നടക്കട്ടെ. ഓക്കെ എന്നാ. ഹലോ, ഞാനൊരു പുരാവസ്ഥയായിരുന്നു. ഇതെന്നാത്താച്ചാനു കണ്ടിട്ടൊരു ചരിത്രവസ്ഥ തോന്നണേ. ചരിത്രത്തിന്റെ മണം കഴിഞ്ഞുണ്ട്. മണുണ്ടല്ലേ? അമ്മ തുറന്നു നോക്ക്. എന്തേലും ഉള്ളില് ഇങ്ങനൊക്കെ പഴക്കുറ്റി പോലെ. പിടിച്ചേ. ഇതെന്ത് ചെട്ടിയത്? ടിപ്പു സുൽത്താനെ പടച്ചിട്ടല്ലേ നമ്മൾ ബുക്ക് ചെയ്തേ? അമ്മ ചെലപ്പോ ടിപ്പു സുൽത്താൻ ഉപയോഗിച്ച ജെട്ടിയായിരിക്കും, അല്ലെങ്കിൽ മീൻ പിടിക്കാൻ ഉപയോഗിച്ച വലയോ. ഈശ്വര, ഇതെന്ത് പടച്ചട്ടാ? അമ്മ ഇത് ടിപ്പു സുൽത്താൻ യുദ്ധത്തിന് ഉപയോഗിച്ച സൗസറാണ്. എനിക്ക് തോന്നണേ ഈ പാടൊക്കെ മറ്റേ പീരങ്കീട് ഉണ്ടാവായ പാടായിരിക്കും. ഇതിട്ടായിരിക്കും യുദ്ധത്തിന് പോയത്. ആ ഓട്ട തന്നെ കണ്ടില്ലേ, നോക്ക്. അപ്പൊ ഇതെന്തുറ്റാ? ഇത് തുറന്നു നോക്ക്. തുറക്കുന്ന അത് മാറ്റി. ഇതെന്തിട്ട് തേങ്ങ വെട്ടണ കത്തിയാ? ഇതാകെ തുരും പിടിച്ച കത്തി, തേങ്ങ വെട്ടണത്. ഇതെങ്ങനെ വാളാവാ? ഈശ്വര, പറ്റിച്ചെന്ന് തോന്നണം നമ്മളെ. എന്നാൽ എന്റെ ടിപ്പു, ഇത് താങ്കളുടെ പടച്ചട്ട തന്നെയാണോ? അമ്മ മണൊക്കെ ഉണ്ട്, അതെല്ലാം തോന്നണ പുരാവസ്തുവിന്റെ മണം തന്നെയാണ്. ഇത് പുരാവസ്തുവിന്റെ മണമായിട്ട് എനിക്ക് തോന്നണില്ല. ഇതിന് വേറെന്തോ വാട മണം. ആ മോനെ, ചേച്ചിയുടെ കൊറിയർ മാറിപ്പോയിട്ടോ. അതാ തെങ്ങേറ്റക്കാരൻ ശശിയുടെ വീട്ടിലെ കൊറിയറാണ്. അവരുടെ ഭാര്യയുടെ പേരിൽ വന്നതാണ്. അത് സെയിം പേരാണ്, നിങ്ങളുടെ പേര് തന്നെയാണ്. ഇതേ ഞാൻ അങ്ങോട്ട് വരുന്നു, സോറി. ഇതാ തെങ്ങേറ്റക്കാരൻ ശശിക്ക് അയാളുടെ അപ്പൂപ്പന്റെ എങ്ങാണ്ട് സ്മാരക വസ്തുവായിട്ട് കൊറിയർ അയച്ചതാണ്. എന്റെ ടിപ്പുവിന്റെ പടച്ചട്ട. അയ്യോ, അപ്പൂപ്പന്റെ സ്മാരകമാണ് അടിച്ചിട്ട് അമ്മയുടെ ബോധം പോയി തോന്നി. അമ്മേ 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 അയ്യോ അമ്മേ അമ്മേ. Hello everyone, subscribe RK Angels YouTube channel.